ബസ്സിലെ കാലിക്കറ്റ് സൂസൈഡ് ഇഷ്യൂ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ തന്നെയാണ് എനിക്ക്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ലൈക്ക് അവനൊപ്പം #അവനൊപ്പം അതാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഓക്കെ, ബിഫോർ ദാറ്റ് ഈ ഷിംജിത അല്ലെങ്കിൽ ഈ പെൺകുട്ടി പറയുന്ന ഒരുപാട് ക്ലോസസ് ഉണ്ട്, ഒരുപാട് നോട്ട്സ് ഉണ്ട്. അതില് ആദ്യം ആ കുട്ടി പറയുന്നത് ലൈക്ക് നമ്മളെല്ലാരും കണ്ടതാണ്, സ്ലോ മോഷനിൽ എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു പെൺകുട്ടിയോട് ഈ വ്യക്തി മിസ്ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ടുള്ള ആ ഒരു ആ സ്ത്രീയുടെ ഭാഗത്തുള്ള ഒരു ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ അത് കണ്ടിട്ടാണ് ഈ വ്യക്തി ഇതിങ്ങനെ ചെയ്യാം. ഇതിലൊക്കെ ഒരുപാട് ഫിഷി ആയിട്ടുള്ള മൂമെന്റ്സ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലോ മോഷൻ ആയിട്ടുള്ള വീഡിയോ, ഒന്നാമത് ഞാൻ ഇതിനു മുമ്പത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ആരും ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ നിൽക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് റിയാക്ട് ചെയ്യാനേ നിൽക്കത്തുള്ളൂ, രണ്ടെണ്ണം പൊട്ടിച്ച് വർത്താനം പറയാനേ നിൽക്കത്തുള്ളൂ. അപ്പൊ ആ സ്ലോ മോഷനിൽ തന്നെ ആ കുട്ടി ഇങ്ങോട്ട് വരുന്നു, അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ട്. ആൻഡ് ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗ് പിടിക്കുന്ന പുള്ളി വേറെ എന്തൊക്കെയോ ഒരു കോൺസെൻട്രേഷനിലാണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡിൽ ബാഗ് എടുക്കുന്ന ആ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീയോട് മിസ്ബിഹേവ് ചെയ്തപ്പോൾ ആ സ്ത്രീയുടെ ഒരു ബോഡി ലാംഗ്വേജും ഫേസ് ഒക്കെ ഡിസ്കംഫർട്ട് ആണെന്ന് മനസ്സിലായിട്ടാണ് ഈ ഷിംജിത് ഇങ്ങനെ ചെയ്തതെന്നും പറയുന്നുണ്ട്. അപ്പോ ഈ മുഖം നോക്കി ലക്ഷണം പറയാൻ താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ബസ്സിൽ ആ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആ ഒരു 360 ഡിഗ്രിയിലുള്ള ആ ഒരു ഫോക്കസ് എങ്ങനെ കിട്ടുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ ചോദിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ഇതില് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ നിൽക്കാതെ തന്നെ റിയാക്ട് ചെയ്തില്ല. എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല? അതിൽ ഒരുപാട് ന്യായീകരണങ്ങള് ഇപ്പോ വേറൊരു വ്യക്തി ശ്രീലക്ഷ്മി അറക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ശ്രീലക്ഷ്മി അറക്കൽ ഒരു എന്താ പറയാ, ലൈക്ക് ഒരു എന്താ പറയാ, പുരുഷ വിരോധി തന്നെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. കാരണം അല്ലാതെ ഇങ്ങനെ സൂസൈഡ് ചെയ്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത, മാനഹാനി കാരണം ചെയ്യാത്ത കുറ്റത്തിന് മരിക്കേണ്ട വന്ന ഒരു ആണിനെ മൊത്തം പ്രശ്നങ്ങളാക്കിയിട്ട് ഇത്രയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ ഒരു പെൺകുട്ടിയെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. ദീപകിനെ പറ്റിയിട്ട് എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. എന്നാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റിയുടെ മുന്നിലോട്ട് ഇങ്ങനത്തെ ആൾക്കാർ എടുത്തിടണം എന്നൊക്കെ പറഞ്ഞാൽ ഈ ലേഡി എന്താണ്, അല്ലെങ്കിൽ ലേഡിയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, അതേപോലെ ഈ ലേഡിയെ പോലത്തെ ഇനിയും ഫോക്കസ് ചെയ്യാൻ റീച്ചിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർക്കും കൂടെ ഒരു ഇൻഫർമേഷൻ എൻ്റെ കയ്യിലുണ്ട്. സത്യം പറഞ്ഞാൽ ആ അമ്മയുടെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ സ്ത്രീ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ അമ്മ, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് പുത്ര ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അവരുടെ ആ ഒരു കരച്ചിലും കാര്യങ്ങളും അവരെന്നെ പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനത്തെ ഒരു വിഷയം എന്റെ മോന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇത് എല്ലാവരും ഇപ്പോ അങ്ങനെ തന്നെയാണ് രീതിയിൽ പറയുന്നത്. അപ്പൊ ഈ പെൺകുട്ടി എന്താണ്, ഈ പെൺകുട്ടിയെ പറ്റിയിട്ട് ആൾക്കാർക്ക് പറയാനുള്ളത് എന്താന്ന് നമുക്കൊന്ന് കേൾക്കാം. പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി. നമ്മൾ കേട്ടത് ഞങ്ങളെ മെമ്പറേനി, ഞങ്ങളെ വാർഡ് മെമ്പറേനി, അരീക്കോട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറേനി. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അരീക്കോട് പഞ്ചായത്തിൽ 8-9 ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെന്താവും, അവിടെ 8 അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമില് രാജിക്കത്ത് എഴുതി കൊടുത്തായിട്ട് ഓള് പോയി. അങ്ങനെ പിന്നീട് ഇവള് ദുബായിൽ നിന്ന് ഇടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ ഒരു ഏപ്പിക്കാർ വീഡിയോ വന്നിട്ട് എനിക്ക് വന്നിരുന്നു, ആദ്യം എക്ജിത് കണ്ടു വെച്ചാൽ ഞങ്ങളിത് കണ്ട് ഞങ്ങളിതിന്റെ മുമ്പ് തന്നെ പറഞ്ഞാണ് മെമ്പറെ ഇതൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കറിയാം, സുജിത്തിന്റെ വീഡിയോ അല്ലേ, ഞാൻ കണ്ടതാണ്, ഞങ്ങൾക്കറിയാം കാര്യം, ഞങ്ങൾ പറഞ്ഞതാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എന്ന് പറഞ്ഞു. ഓള് രാജിക്കൂല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള ഒരാളെ അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടെന്നാണ്. വടകരയുള്ളതാണ് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി 6 മാസമായിട്ട് ഓളെ നാട്ടിലാണുള്ളത്, ഞങ്ങളവിടെ അല്ല. അങ്ങനെ രാജികത്ത് എഴുതി കൊടുത്ത് പോയി. ഒരു കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടുപോയിട്ട് രാജികത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് അതിൽ ഇവള് രാജികത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നി ഓള് നേരെ സെക്രട്ടറിക്ക് വിളിച്ചു, ഞാൻ നാട്ടിലില്ലാതെ എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക,
ഇതാണ് നാട്ടുകാർക്ക് ഈ വ്യക്തിയെ പറ്റി പറയാനുള്ളത്. അതായത് ഷീസ് എ ഡിവോഴ്സി. മേ ബി ഇതേപോലെ തന്നെ വീഡിയോ എടുത്തിട്ട് റീച്ച് ആക്കാൻ നോക്കിയിട്ടുണ്ടാവും ഭർത്താവിനെ. ഭർത്താവ് തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും ആക്ച്വലി സംഭവിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ, ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെയുമാണ് ഈ രാജ്യത്ത് നിന്ന് സത്യം പറഞ്ഞാൽ തുടച്ചു മാറ്റേണ്ടത്. പ്യുവർ കേസ് ഓഫ് എന്താ പറയാ മെൻ ഹേറ്റേഴ്സ് ആണ് ഇവര്. ഓക്കെ, അപ്പോ ഇതില് ഞാൻ ഒരുപാട് ഫസ്റ്റ് ഓഫ് ഓൾ സോഷ്യൽ മീഡിയക്ക് ബിഗ് താങ്ക്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇതേപോലെ സൂസൈഡിലോട്ട് പോവാൻ നിന്നവരും അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ തലയിൽ കൊണ്ട് ഓരോ സ്ത്രീകൾ കൊടുത്തിട്ട് റോങ് സ്റ്റേറ്റ്മെന്റ് തലയിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ടെന്നുള്ളത് ഈ ഒരു ഇൻസിഡന്റോട് കൂടി സോഷ്യൽ മീഡിയ നമുക്ക് തെളിയിച്ചു തരാണ്. കാരണം ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു പുറത്തേക്ക് വരാത്തതായ ആത്മഹത്യ ചെയ്തവരും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവരും അങ്ങനെ ലൈഫ് ഒരു സ്ത്രീ കാരണം മാനിപ്പുലേറ്റഡ് ആയിട്ട് നഷ്ടമായ ഒരുപാട് പുരുഷന്മാരുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തോന്നുന്നല്ല, ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനൊപ്പം എന്നുള്ളൊരു ഹാഷ്ടാഗ് ഞാനിവിടെ പ്ലേസ് ചെയ്തത്. ഇനി ഈ പെൺകുട്ടി പറഞ്ഞതില് ഒരുപാട് സെക്ഷൻസ്, അതായത് കേസ് എടുത്ത് കഴിഞ്ഞിട്ട് നല്ല 8-16 പണിയാണ് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അപ്സയ്ക്കും ഇതിന്റെ ഒരു പകുതി കൊടുക്കേണ്ടതാണ്. നിൽക്കട്ടെ, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. ആ വ്യക്തി സൂസൈഡ് ചെയ്യാനും അതിനെതിരെ നിന്നിട്ടില്ല. പക്ഷെ ഈ വ്യക്തി ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇത്രയും സോഷ്യൽ മീഡിയയിൽ വന്ന് വൻ ഡയലോഗ് അടിക്കുകയും പ്രൈവസി ബൗണ്ടറീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സൈക്കോളജി ടേംസും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഈ പെൺകുട്ടി ഇപ്പൊ മിസ്സിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി മിസ്സിംഗ് ആവുന്നത്? കാരണം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഈ പെൺകുട്ടി മിസ്സിംഗ് ആവേണ്ട കാര്യമില്ല. ഒരു പുരുഷന്റെ, അതായത് ഒരു കുടുംബം കുട്ടിച്ചോറാക്കിയിട്ട് അവള് നൈസായിട്ട് അങ്ങ് മുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുങ്ങാൻ കേരള പോലീസ് സമ്മതിക്കരുതെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ നോൺ വെയിലബിൾ, അതായത് ജാമ്യമില്ലാ വകുപ്പാണ്. അതേപോലെ കുറെ നിർണായകമായിട്ടുള്ള ലൈക്ക് അവരുടെ ഫോണിൽ നിന്ന് തന്നെ എടുത്തിട്ട് അവരുടെ ഫോണിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കേരള പോലീസ് തൂക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ നല്ല പുഷ് ഉണ്ടെന്ന് തോന്നുന്നു. അത് മാത്രമല്ല സൂസൈഡ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും നല്ലോണം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു സ്പോർട്ടായിട്ട് ഇതിന്റെ പുറകെ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്ത് പോയതിൽ എനിക്ക് വളരെയധികം സന്തോഷം. അപ്പോ എനിക്ക് പുരുഷന്മാരോടാണെങ്കിലും പറയാനുള്ള എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീക്കപ്പ് ഗൈസ്. കാരണം സൂസൈഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ആരും ഒന്നും നേടാൻ പോകുന്നില്ല. ഇങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. അതില് അതായത് ബസ്സിന്റെ സൈഡില് വ്യൂസിനും റീച്ചിനും വേണ്ടിയിട്ട് ഡാഷ് സ്ത്രീകളെ ഇതിൽ കേറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോ ആണുങ്ങൾ എന്താ പറയാ ഒറ്റയടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരു വ്യക്തിയുടെ ഇതിനു വേണ്ടിയിട്ട്. അവളെ തൂക്കണം എന്നുള്ള രീതി തന്നെ കൊണ്ടു നടക്കണം. അപ്പൊ കേരള പോലീസ് അത് തൂക്കുക തന്നെ വേണം. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള വോയിസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. അതേപോലെ ഒരു സമാധാനം ഉണ്ട് FIR ഫയൽ ചെയ്യുന്നത്. എവിടെ പോയി ഒളിച്ചിരുന്നാലും തൂക്കണം തന്നെയാണ് എന്റെയും എല്ലാവരുടെയും അഭ്യർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കലാണെങ്കിലും ഫേസ്ബുക്കിൽ വലിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വായിക്കാം. ശുദ്ധ മണ്ടത്തരം, വൃത്തികേടും ബോധക്കേടും വെളിവുകേടുമാണ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ അവരുടെയൊക്കെ ഒരു മൈൻഡാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികേട് കാണിച്ച ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, നാളൊരിക്കൽ എന്തെങ്കിലും സംഭവിച്ചാലോ, ഇതില് എല്ലാവരും വീഡിയോ കണ്ടതാണ്. ഒരാള് പോലും ഈ മനുഷ്യന്റെ ഒരു ചാൻസ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നില്ല. വൈ? ബിക്കോസ് അയാളുടേതായ ഒരു രീതിയിൽ നിൽക്കുകയാണ്. അയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ട്, അയാൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പുറത്തെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ഫ്രണ്ട് പറഞ്ഞ മാതിരി ആ ഒരു സെക്കൻഡ് വീഡിയോ, ഈ സ്ത്രീയുടെ ഒരു സെക്കൻഡ് വീഡിയോയിലാണ് ആള് കയ്യിൽ നിന്ന് പോയത് മൊത്തത്തിൽ. അപ്പം മൊത്തം മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് ഇവള് ഇങ്ങോട്ട് പോയി മുട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ശ്രീലക്ഷ്മി അറക്കലോടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പെങ്കൊച്ച് അങ്ങോട്ട് പോയിട്ട് പോയതിനെ എറിഞ്ഞു വാങ്ങിച്ചതല്ലേ? ഈ FIR ഈ പ്രശ്നവും കാര്യങ്ങളെല്ലാം ഇവളായിട്ട് ഇറന്നു വാങ്ങിച്ചതല്ലേ? കാരണം ആ മരിച്ചുപോയ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പോയിന്റ് പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്ക് ശ്രീലക്ഷ്മി അറക്കലിന്റെ ഒരു ലെറ്റർ വായിക്കാം. ഫേസ്ബുക്കിൽ വളരെ സമയമെടുത്ത് എഴുതി കുത്തിവിട്ടിട്ടുണ്ട്. അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടല്ല ഇവിടുത്തെ ബസ്സിൽ മുട്ടാൻ വരുന്ന ആണുങ്ങൾ മുട്ടാൻ വരുന്നത്. അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടല്ല ബസ്സിൽ ആണുങ്ങൾ മുട്ടാൻ വരുന്നു എന്നുള്ള ഇല്ലാത്ത വീഡിയോ എടുക്കാൻ പെണ്ണുങ്ങൾ വാരിക്കൂരി പോണത്. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, മിക്ക അമ്മയ്ക്കും അച്ഛനും അവരുടെ മക്കൾ തെറ്റ് ചെയ്ത നല്ലവരായിരിക്കും. മിക്ക അമ്മയ്ക്കും അച്ഛനും അവരുടെ ഓഫ് കോഴ്സ്, അതായത് ഈ പെൺകുച്ച് സപ്പോർട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു പയ്യൻ മരിച്ചു, എന്നിട്ട് അവള് എവിടെയോ ഹൈഡ് ആയേക്കാണ്. അവളുടെ പാരന്റ്സിന് അറിയായിരിക്കുമല്ലോ എവിടെ ഹൈഡ് ആയിരിക്കണേ എന്നുള്ളത്. അതുകൊണ്ട് ആരും അവരുടെ വീഡിയോ ഒന്നും എന്റെ ഇൻബോക്സിൽ കൊണ്ടിടണ്ട.
എന്തിനാണ് ഗൈസ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഈ സാധനത്തിന്റെ കമന്റ് വീഡിയോയിൽ കൊണ്ടിടാൻ പോകുന്നത്? ആ നേരം കൊണ്ട് 2 വാഴ നട്ടൂടെ? പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നവന്മാർ കുടുംബം നോക്കുന്നവര് നാട്ടുകാരുടെ മുന്നിൽ നല്ല പുത്രന്മാരും ആയിരിക്കും. പെണ്ണുങ്ങള്, അതായത് ആണുങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങള് അവരുടെ വീട്ടിൽ നല്ല പെണ്ണുങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയ പെൺകുട്ടി അവരുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ കുടുംബക്കാർക്കൊക്കെ നല്ല പെൺകുട്ടിയായിരിക്കും. അങ്ങനെ സംസാരിക്കരുത് ശ്രീലക്ഷ്മി അറക്കൽ. ഞാൻ താങ്കളുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷെ റിയാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇതിലിപ്പോ റിയാക്ട് ചെയ്യാതിരിക്കാൻ വയ്യ. ഓക്കെ, പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന നോട്ട് ഓൾ മെൻ ഡ്യൂഡ്. എല്ലാ ആണുങ്ങളും കയറി പിടിക്കാൻ മാത്രം എന്തൊന്നും ഈ പെണ്ണുങ്ങൾക്ക് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഈ പെണ്ണുങ്ങൾ വെറുതെ ഒരു പ്രശ്നമില്ലാതെ ആണുങ്ങളുടെ മെക്കെട്ടും കയറുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് മെക്കയാണ് ഈ മെക്കെട്ട് കയറാനുള്ള ഒരു പ്രവണത പെണ്ണുങ്ങൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ലോ ഇത്തിരി കൂടുതലാണെന്നുള്ള ഒരു അനാവശ്യമായ ഓവർ കോൺഫിഡൻസ്. ഓക്കെ, അപ്പൊ കുട്ടികൾ ഉപദ്രവിക്കുന്ന ആൾക്കാരെ ഒക്കെ എടുത്തു നോക്കിയാൽ കുടുംബത്തിലും സമൂഹത്തിലും മാന്യന്മാരായിരിക്കും. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആണുങ്ങളുടെ മെക്കെട്ട് കയറുന്ന സ്ത്രീകളും എന്താ പറയാ, അബലയാണ്, ത്യാഗിയാണ്, മറ്റതാണ്, മറിച്ചതാണ്. അതുകൊണ്ട് ആത്മഹത്യ ഒരാളെ വിശുദ്ധനാക്കുന്നില്ല. വീഡിയോയിൽ കൃത്യമായി ഷോൾഡർ ഉപയോഗിച്ച് തട്ടുന്നത് കണ്ടു. ഓക്കെ, അപ്പൊ ആത്മഹത്യ അതുകൊണ്ട്, അപ്പൊ ശ്രീലക്ഷ്മി പറയുന്നത് പക്ഷെ അതുകൊണ്ട് ആത്മഹത്യ ഒരാളെ വിശുദ്ധനാക്കുന്നില്ല. അതേപോലെ തന്നെ വീഡിയോ എടുത്തിട്ട് എവിടെയെങ്കിലും മുങ്ങിന്ന് വെച്ചിട്ട് അയാളൊരു നിരപരാധിയാവുന്നില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഗേൾ. ഓക്കെ, അപ്പോ വീഡിയോയില് കൃത്യമായിട്ട് ഷോൾഡർ ഉപയോഗിച്ച് തട്ടുന്നത് കണ്ടു, ഞങ്ങളും കണ്ടു. ആ പെൺകുട്ടി ഇങ്ങനെ ഒരു മാനിപ്പുലേറ്റഡ് കേസ് ഉണ്ടാക്കാൻ വേണ്ടി സ്ലോ മോഷനിൽ വന്നിട്ട് അയാളുടെ അടുത്തേക്ക് മൂവ് ആവുന്നത് ഞങ്ങളും കണ്ടു. ഓക്കെ, ഗെറ്റ് എ ലൈഫ് ഡ്യൂഡ്, ഗെറ്റ് എ ലൈഫ്. കാരണം എന്ന് വെച്ചാൽ ഇത് അവന്റെ ഒപ്പം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. നിങ്ങളൊക്കെ കിടന്ന് എന്ത് മലമറിച്ചിട്ടും കാര്യമില്ല. FIR എടുത്തിട്ടുണ്ട്, തൂക്കേണ്ട മാതിരി ആ പെങ്കൊച്ചിനെ തൂക്കും. അതാണല്ലോ കേരള പോലീസ്.